നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2x² മൈനസ് 3x പ്ലസ് 2 ഡി എക്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് √7 ടാൻ ഓഫ് 2 ആൽഫ √7/π. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്കായി, കാരണം ലിമിറ്റ് 1/2 2 കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രാൻഡ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ, ഞാൻ ഈ ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ഒരു എക്സ് പുറത്തേക്ക് എടുക്കാൻ പോകണം. എന്തിനാന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചത് 2 ഇൻറ്റു എക്സ് പ്ലസ് 1/x മൈനസ് 3 ആയി മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ മാറ്റി എഴുതി. ഇങ്ങനെ മാറ്റി എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/x y സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ യുവർ ആൽഫ ഇസ് ആൾസോ ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 മുതൽ ഹാഫ് വരെ ആയിട്ടുണ്ടാവും. ലിമിറ്റ് സ്വാപ്പ് ചെയ്തു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ്. 1/x y എന്ന് കൊടുക്കുന്നു, അഥവാ എക്സ് എന്ന് പറഞ്ഞ സാധനം 1/y ആ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം dx/xും നെഗറ്റീവ് ഓഫ് dy/y ആയിരിക്കും. ഓക്കെ, അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറഞ്ഞ സാധനം കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അത് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സാധനം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്തായി മാറി, π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ എക്സ് പ്ലസ് 1/x എന്തായി മാറിയിട്ടുണ്ടാവും, y പ്ലസ് 1/y എന്നായി മാറിയിട്ടുണ്ടാവും. മൈനസ് 3 അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ മാത്രം അത് മൈനസ് dy/y ഉണ്ട്. ഇത് മൈൻഡിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം, റൈറ്റ്. ഇനി നമ്മൾ ആ മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് 1 2 1ഉം 2ഉം കൂടി ആഡ് ചെയ്യണം വേണ്ടത്. 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലിമിറ്റ് ഓഫ് കോഴ്സ് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് പോയപ്പോൾ അത് ഹാഫും 2 ആയി മാറിയിട്ടുണ്ടാവേ. ഡിനോമിനേറ്റർ ഇപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുകളിൽ എക്സ് താഴെ y, അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം ഡെഫിനറ്റ് ഇന്റഗ്രൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആയി മാറിയിട്ടുണ്ടാവും. ന്യൂമറേറ്റർ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടുത്തെ ടാൻ ഇൻവേഴ്സ് എക്സും കൂടി ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൈൻഡിൽ തന്നെ ഞാനത് ചെയ്യാൻ പോവാണ്. നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ 2 ആൽഫ വിൽ കം ഔട്ട് ടു ബി ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ π/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് 1/x മൈനസ് 3 ഇൻറ്റു dx/x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി 2 ആൽഫ ഇസ് ഈക്വൽ ടു π/2 ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ, പിന്നെ നമുക്ക് എന്ത് കിട്ടും, പൈ ഇല്ല, പൈയൊക്കെ പോയി നമ്മളിൽ 1/x² മൈനസ് 2x² മൈനസ് 3x പ്ലസ് 2 dx എന്ന് കിട്ടും. അപ്പോൾ ഈ ആൽഫ ബിക്കംസ് 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടു, അതുപോലെ ക്വാഡ്രാറ്റിക് 2 പുറത്തേക്ക് എടുത്തു. π ഡിവൈഡഡ് ബൈ 8 ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ 1/x² മൈനസ് 3/2x പ്ലസ് 1 dx എന്നൊക്കെ കിട്ടി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇൻ്റഗ്രൽ π/8 ടൈംസ് ഇൻ്റഗ്രൽ ഹാഫ് മുതൽ 2 വരെ 1 ഡിവൈഡഡ് ബൈ x² മൈനസ് 3/2x പ്ലസ് 1, റൈറ്റ്. ഇനി ബാക്കിയുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു π/8. ഈ കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ് മൈനസ് 3/4 ദി ഹോൾ സ്ക്വയർ പ്ലസ്, ഇപ്പോൾ 9/16 ആണല്ലോ, ബാക്കി വരാൻ പോണത് 7/16 ആണ്. അപ്പോൾ √7/4 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ദിസ് ബിക്കംസ് 1/a. 1/a എന്ന് പറയുമ്പോൾ 1/√7/4, അപ്പോൾ 4/√7 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 3/4 ഡിവൈഡഡ് ബൈ √7/4 വിത്തിൻ ദ ലിമിറ്റ് ഹാഫ് മുതൽ 2 വരെ എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു π/2√7 ടാൻ ഇൻവേഴ്സ് ഓഫ് 4x minus 3 divided by √7 from half to 2 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. π/2√7 ടാൻ ഇൻവേഴ്സ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 5/√7ഉം മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/√7 ആയി മാറി. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ബിക്കംസ് π/2√7 ടാൻ ഇൻവേഴ്സ് ഓഫ്
5/√7. ആ നെഗറ്റീവ് പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√7 ആയി. സോ ദിസ് ഇസ് π/2√7 ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ 5/√7 പ്ലസ് 1/√7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 6/7 ആയി. സോറി 6/7 അല്ല 5/7. പ്രോഡക്റ്റ് 5/7. So this is π/2√7 tan inverse of 6/√7 into 7/2 എന്ന് വരും. Okay, so this is your alpha. അപ്പോൾ this is π/2√7 tan inverse of 3√7 ആണ് നമ്മുടെ ആൽഫ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് 2√7 ആൽഫ ബൈ പൈ അതിൻ്റെ ടാന്. ഓക്കെ, അപ്പോൾ 2√7 ആൽഫ ബൈ പൈ അതിൻ്റെ ടാൻ എടുക്കാന്ന് ചോദിച്ചാൽ ആൻസർ 3√7 ആണ് വരിക. 3√7 ആണ് വരിക. പുറത്തൊരു √7 ഉണ്ട്. അപ്പോൾ √7 × 3√7 അതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 21. 21 അതിൻ്റെ റൈറ്റ് ആൻസർ.